ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത് ഇതുപോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഓർഗാൻസ ടൈപ്പ് സാരിയൊക്കെ ഇപ്പം മൺലെയറൊക്കെ ഇടുന്നവർക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് കാണണ്ടെന്നുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ ലൈനിങ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ താഴത്തെ പോർഷനിൽ പ്രശ്നമില്ല, ഇവിടെ നമുക്ക് സ്കേർട്ട് പോകുന്ന കാരണം പ്രോബ്ലം വരില്ല. പക്ഷെ നമുക്ക് പ്രോബ്ലം വരുന്നത് ഈ പല്ലു പോർഷനിലാണ്. അപ്പൊ നമ്മൾ ഈ പല്ലു സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ മുതൽ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇന്ന് നോക്കുന്നത്. പക്ഷെ നമ്മൾ എന്തായാലും ഈ ഒരു ബോർഡർ പോർഷനൊക്കെ ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ വിട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഈ പല്ലുവിന്റെ ഈ ബോർഡർ പോർഷനും അതുപോലെ ഇങ്ങനെ വൺ ലെയർ ഇടുമ്പോൾ തന്നെ നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ പുറത്തേക്ക് കാണാവുന്ന പോർഷനൊക്കെ നമ്മളിങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ വിട്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇങ്ങനെ അത്യാവശ്യം കവർ ചെയ്ത് വരാൻ ഡിഫറെന്റ് പോർഷൻ വയറിന്റെ പോർഷനൊക്കെ നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് വരാൻ വേണ്ടി നമ്മൾ ഈ ഒരു വർക്ക് വരുന്നിടത്ത് വരെ ലൈനിങ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് നമ്മളിന്ന് നോക്കുന്നത്. സാരി ഓർഗാൻസ ആയതുകൊണ്ട് അതിന് ചെറിയൊരു തിളക്കമുണ്ട്. അതിന് കറക്റ്റായിട്ട് മാച്ച് ആവുന്ന വിധത്തിൽ നമ്മൾ അധികം ഷൈനിങ് ഇല്ലാത്ത ഒരു സാറ്റിൻ ടൈപ്പ് ഫാബ്രിക്, എന്നാൽ അധികം കനവും ഇല്ലാത്ത ടൈപ്പാണ് വാങ്ങിയിരിക്കുന്നത്. നല്ല വീതിയുള്ള ഫാബ്രിക്കാണ്. നമുക്കിപ്പം സാരിയുടെ ഒരു സൈഡിലെ ബോർഡർ ഒഴിവാക്കിയിട്ട് എത്രയാണോ വീതി ആവശ്യമുള്ള ആ ഒരു വീതിക്ക് നമ്മളിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സാരിയുടെ ഫ്ലീറ്റ്സ് കഴിഞ്ഞിട്ട് എംബ്രോയിഡറി സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം മുതൽ പല്ല് വരെ 2 മീറ്ററാണ് നീളമുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ 2 മീറ്ററാണ് നമ്മൾ ഈ മെറ്റീരിയൽ വാങ്ങിയിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മുറിച്ചെടുത്ത ഫാബ്രിക്കിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ബോർഡർ വശമാണ്, അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി നമ്മളിപ്പം മുറിച്ച ഭാഗവും അല്ലാത്ത 2 വശവും നമ്മളിങ്ങനെ സൈഡ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഫസ്റ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ലൈനിങ് ആയിട്ട് വെക്കേണ്ട തുണിയുടെ 3 വശവും ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് ബോർഡർ വന്നിട്ടുള്ളത്, അവിടെ മാത്രം നമ്മൾ അതുപോലെ തന്നെ വിട്ടിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ തിളക്കമുള്ള ഭാഗമാണ് മുകളിലേക്ക് വെച്ചിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് സാരിയുടെയും പുറമേയുള്ള വശം മുകളിൽ വരുന്ന വിധത്തിൽ ഞാനിങ്ങനെ ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. പല്ലുവിൻ്റെ താഴത്തെ പോർഷനിൽ ഇത്രയും ഭാഗം ഞാൻ ലൈനിങ് ഇല്ലാണ്ട് വിടുന്നുണ്ട്. അതുപോലെ ഈ സൈഡിലേക്ക് വരുമ്പം ഇവിടെയും ഈ ഒരു ബോർഡർ വരുന്ന ഭാഗം നമ്മൾ ലൈനിങ് ഇല്ലാണ്ടാണ് വിടുന്നത്. ഈ ലൈനിങ് കുറച്ചൊന്നിങ്ങനെ ഒഴുകി നടക്കുന്നത് കാരണം വേണമെങ്കിൽ നമുക്ക് ഇത് ആദ്യമേ തന്നെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും നല്ലത്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചുളിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സാരി ഫോൾ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സപ്പോസ് ഇതാണിപ്പോൾ സാരിയുടെ പല്ലു പോർഷനെങ്കിൽ നമ്മളിപ്പം ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ താഴേക്ക് വന്നിട്ട് ഒരു 7 ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യണം. എഗെയിൻ നമ്മളിപ്പം എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു പോയിന്റിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയിട്ട് ഒരു L ഷേപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ പല്ലുവിൻ്റെ ഈ ഒരു കോർണറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നേരെ താഴേക്ക് വന്നിട്ട് ആദ്യം ഒരു 7 ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ തന്നെ മറു സൈഡിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ നമുക്ക് ചുളിവൊന്നും ഇല്ലാണ്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഫുൾ സാരിയിൽ വേണമെങ്കിലും വെക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ സ്കേർട്ട് സെയിം കളർ ആയതുകൊണ്ട് ഇവിടെ ഹാഫ് തന്നെ നമുക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.